ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി WP+1 മുതൽ W9 വരെയുള്ള എലമെൻറ്റ്സ് എക്സിൽ ഉണ്ടായിരിക്കത്തില്ലെന്ന് കിട്ടി. റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വി കൺസിഡർ ദ സെറ്റ് V1 V2 എക്സെട്ര VP, then VP+1 എക്സെട്ര V8, then WP+1 WP+2 എക്സെട്ര W9. അതായത് ഈ പറഞ്ഞ രണ്ട് ബേസിസിലെ എലമെൻസിനെ നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്തു. ഫസ്റ്റ് ബേസിസ് വെക്ടർ സ്പേസ് എക്സിൻ്റെ ബേസിസും വെക്ടർ സ്പേസ് വൈയിലെ ബേസിസും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ്റ്റെൻഡഡ് ബേസിസ്. ദെൻ അത് ആ രണ്ട് ബേസിസും കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും എലമെൻറ്റ്സ് ചൂസ് ചെയ്ത് ഞാൻ ഫോം ചെയ്ത മറ്റൊരു സെറ്റാണിത്. V1 V2 എക്സെട്ര VP, VP+1 എക്സെട്ര V8, ദെൻ WP+1 WP+2 എക്സെട്ര W9 വരെയുള്ള എലമെൻറ്റ്സ്. ഈ സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. കാരണം ഓൾറെഡി നമുക്കറിയാം V1 V2 എക്സെട്ര VP, VP+1 എക്സെട്ര V8 ഇത്രയും സെറ്റ് ഇത് വെക്ടർ സ്പേസ് എക്സിൻ്റെ അല്ലെങ്കിൽ ബേസിസ് സബ് സ്പേസ് എക്സിൻ്റെ ഒരു ബേസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്ത എലമെൻ്റാണ് WP+1. WP+1 അപ്പോൾ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ WP+1 എന്ന് പറയുന്നതിനെ എനിക്ക് ഈ ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. WP+1 കൂട്ടിച്ചേർക്കുമ്പോൾ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ WP+1 എനിക്ക് ഇത്രയും എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതല്ലേ മീ? ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WP+1 ഇത്രയും എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്തായിരുന്നു? ഇത് വെക്ടർ സ്പേസ് എക്സിൻ്റെ ബേസിസ് ആണ്. അപ്പോൾ WP+1 എന്ന് പറയുന്ന എലമെൻറ്റിന് എനിക്ക് വെക്ടർ സ്പേസ് എക്സിൻ്റെ ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WP+1 ഇവിടെ പോയി ക്യാപിറ്റൽ എക്സിൽ വരും അല്ലേ? ദാറ്റ്സ് എ കണ്ടീഷൻ. WP+1 എന്ന് പറയുന്ന എലമെൻറ്റിനെ വെക്ടർ സ്പേസ് എക്സിൻ്റെ അല്ലെ സബ് സ്പേസ് എക്സിൻ്റെ ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WP+1 എന്ന് പറയുന്ന വെക്ടർ അവിടെ പോയി ക്യാപിറ്റൽ എക്സിൽ പോയി. അതേ കാര്യം തന്നെ WP+2 ലേക്ക് വരുമ്പോഴും ഇതേ കാര്യം തന്നെ WP+2 എന്ന് പറയുന്നത് ഇതേ രീതി വെച്ച് തന്നെ നമുക്ക് WP+2 എന്ന് പറയുന്നു ക്യാപിറ്റൽ എക്സിലുണ്ടായിരിക്കും. എക്സെട്ര W9 വരെയുള്ള എലമെൻറ്റും ക്യാപിറ്റൽ എക്സിലുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു WP+1 മുതൽ W9 വരെയുള്ള എലമെൻറ്റ്സ് ഒരിക്കലും എവിടെ ഉണ്ടാകത്തില്ല? ക്യാപിറ്റൽ എക്സിലും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കത്തില്ല. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, then since dimension of V equal to 10, the above linearly independent set contains, അപ്പോൾ ഇത് വെക്ടർ സ്പേസ് വിയുടെ വിയിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇനി ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് 10 ആണെന്ന് പറയാം. എൻ്റെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ 10 ആണ്. അതുകൊണ്ട് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ മാക്സിമം പോസിബിലിറ്റി എവിടെ വരത്തുള്ളൂ? 10 വരെ വരത്തുള്ളൂ. സോ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10 കുറവായിരിക്കും. ഇതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? മാക്സിമം 10 എലമെൻറ്റ്സ് വരാം. കാരണം എൻ്റെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ 10 ആയതുകൊണ്ട് തന്നെ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 10 ആണ്. സോ 10 10ൽ കുറവായിരിക്കും ഇതിലെ ഈ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so the above linearly independent set contains at most 10 elements, maximum 10 elements. അപ്പോൾ ഇതിന് എപ്പോഴാണ് പിയുടെ വാല്യൂ പിക്ക് ഏത് പോസിബിലിറ്റി വരുമ്പോഴാണ് ഇതിനകത്ത് മാക്സിമം 10 എലമെൻറ്റ്സ് അല്ലെങ്കിൽ അറ്റ് മോസ്റ്റ് 10 എലമെൻറ്റ്സ് പോസിബിലിറ്റി ഉണ്ടാവുക? ഫോർ ദിസ് വി മസ്റ്റ് ഹാവ് P greater than or equal to 7. നോക്കുക, P ഈക്വൽ ടു 6 ആണെന്ന കേസിൽ എന്തായിരിക്കും പ്രശ്നം പറയാം? ഇവിടെ P ഈക്വൽ ടു 6 ആണെന്നെങ്കിൽ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ സെറ്റ് എന്ത് വരും? V1 V2 എക്സെട്ര V6 വരും, ദെൻ V7, ദെൻ ഇവിടെ വരും V8. അടുത്ത് W-ലേക്ക് വരുമ്പോൾ പിന്നെ എന്ത് വരും? W7 P+1. സോ W7 W8 ദെൻ W9. അപ്പോൾ ഇതായിരിക്കും ആ സെറ്റ്. P ഈക്വൽ ടു 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ്. ഇതിന് എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ട്? 1 2 6 7 8 9 10 11. നമുക്കറിയാം ഈ സെറ്റിൽ മാക്സിമം എത്ര എലമെൻറ്റ്സ് വരത്തുള്ളൂ? മാക്സിമം 10 എലമെൻറ്റ്സ് വരത്തുള്ളൂ. അപ്പോൾ P ഈക്വൽ ടു 6 ആണെന്ന കേസിൽ ഇതിനകത്ത് എത്ര വരുന്നുണ്ട്? 11 എലമെൻറ്റ്സ് വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ P ഈക്വൽ ടു 6 ആയിരിക്കത്തില്ല. ഇതേപോലെ തന്നെ P ഈക്വൽ ടു 5 വെച്ച് നിങ്ങൾ ഈ സെറ്റ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അവിടെ നിങ്ങൾക്ക് 12 എലമെൻറ്റ്സ് ആ സെറ്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ P ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു 6 മുതൽ താഴേക്കുള്ള ഒരു പോസിബിലിറ്റിയും Pക്ക് വരത്തില്ല. പിന്നെ P ഈക്വൽ ടു 7 ആകുമ്പോൾ ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് വരും? P ഈക്വൽ ടു 7 ആകുമ്പോൾ സെറ്റ് ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ V1 V2 എക്സെട്ര V7, ദെൻ എന്ത് വരും?
V8 അല്ലേ. സോ V1 V2 എക്സെട്രാ V7 ആൻഡ് V8. പിന്നെ ഡബ്ല്യൂയിലേക്ക് വരുവാണെങ്കിൽ W8 W9 വരെ വരും. W8 W9 ഇതായിരിക്കും P ഈക്വൽ ടു 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സെറ്റ് എന്ന് പറയും. V1 V2 എക്സ്ട്രാ V7 V8 W8 W9. എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ട്? 8 8 2 10. അപ്പോൾ 10 എലമെൻറ്റ്സ് വരാം. അപ്പോൾ 10 എലമെൻറ്റ്സിന് പോസിബിലിറ്റി ഉണ്ട്. മാക്സിമം 10 എലമെൻറ്റ്സ് വരെ വരാം. അപ്പോൾ P ഈക്വൽ ടു 7 പോസിബിലിറ്റി ഉണ്ട്. പിന്നെ P ഈക്വൽ ടു 8 ആകുമ്പോൾ ഇവിടെ എഴുതി നോക്കി, ഇതേപോലെ നിങ്ങൾ ആ സെറ്റ് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ 9 എലമെൻറ്റ്സ് കിട്ടും. ദെൻ P ഈക്വൽ ടു 9 ആകുമ്പോൾ വീണ്ടും 8 എലമെൻറ്റ്സിലേക്ക് വരും. P ഈക്വൽ ടു 10 ആകുമ്പോൾ വീണ്ടും 7 എലമെൻറ്റ്സിലേക്ക്. അപ്പം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. 10 10 കുറവായിട്ടാണ്. P ഈക്വൽ ടു 7 മുതൽ 7 P ഈക്വൽ ടു 7 മുതൽ 8 വരാം, 9 വരാം, 10 വരെ വരാം. Pക്ക് പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും 7 കുറയത്തില്ല, 7 കൂടുകയാണ് ചെയ്യുക പോസിബിലിറ്റി, Pയുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം സോ വി ഗെറ്റ് P എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പം Pയുടെ മിനിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഏതാണെന്ന് കിട്ടി? Pയുടെ മിനിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. 7 അതിൽ കൂടുതലാണ് Pയുടെ പോസിബിലിറ്റി. സോ Pയുടെ മിനിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആണ്. ദാറ്റ് ഈസ് P എന്ന് പറയുന്നത് ശരിക്കും എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു X ഇൻ്റർസെക്ഷൻ Y എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആയിരുന്നു V1 V2 എക്സെട്രാ VP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ മിനിമൽ പോസിബിലിറ്റി ആയിരുന്നു നമുക്ക് എത്താൻ കിട്ടി. Pയുടെ വാല്യൂ അതാണല്ലോ മിനിമൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് P ആണ്. അപ്പോൾ ആ Pയുടെ മിനിമൽ പോസിബിലിറ്റി എത്രയാണെന്ന് കിട്ടി? 7 ആണെന്ന്. ദാറ്റ് മീൻസ് X ഇൻ്റർസെക്ഷൻ Yയുടെ ഡയമെൻഷൻ അല്ലേ, ഡയമെൻഷൻ ദാറ്റ് മീൻസ് ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ X ഇൻ്റർസെക്ഷൻ Y എന്ന് പറയുന്ന ഈ ഒരു സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ്റെ മിനിമൽ പോസിബിലിറ്റി അപ്പോൾ എത്രയാണെന്ന് കിട്ടി? മിനിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. മിനിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആണെന്ന്. Therefore the minimal possibility for dimension of X intersection Y is 7. Minimal possibility for dimension of X intersection Y is 7 or smallest possibility. Okay. അപ്പോൾ ഇതിനൊരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് അടുത്തായിട്ട് പറയുന്നത്. കൺസിഡർ ദ വെക്റ്റർ സ്പേസ് R10. ഇതേ കേസ് തന്നെ R10 ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. R10 എന്താ സെറ്റ് ഓഫ് 10 tuples ഓഫ് റിയൽ നമ്പേഴ്സ്. ലെറ്റ് X is equal, അതിൻ്റെ ഒരു സബ്സ്പേസ് ഞാൻ എടുക്കുകയാണ്. X is equal to all 10 tuples ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് ഫസ്റ്റ് ആൻഡ് തേർഡ് കമ്പോണൻറ്റ് 0. ഫസ്റ്റും തേർഡ് കമ്പോണൻറ്റും 0 ആയിട്ടുള്ള എല്ലാ 10 tuples അതാണ് X എന്ന് പറയുന്നത്. സോ ക്ലിയർലി ദാറ്റ്സ് എ സബ്സ്പേസ് ആണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. സബ്സ്പേസിന് 2 കണ്ടീഷൻസ്, ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷനും അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ വെരിഫൈ ചെയ്യാം. സോ ക്ലിയർലി X എന്ന് പറയുന്നത് R10 ഒരു സബ്സ്പേസ് ആയിരിക്കും. ഇനി അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം X എന്ന് പറയുന്നതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റും തേർഡും കമ്പോണൻറ്റ് 0 ആയിരിക്കും. ഫസ്റ്റും തേർഡും കമ്പോണൻറ്റ് 0 ആണ്. സോ അവിടെ നിങ്ങൾ അതിൻ്റെ ബേസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ എഴുതി നോക്കിയാൽ, അല്ലെങ്കിൽ ബേസിസ് എഴുതി നോക്കിയാൽ എക്സിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? എക്സിൻ്റെ ബേസിസ് എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? എക്സിൻ്റെ ബേസിസിലെ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റ് 1 ബാക്കിയെല്ലാം 0 ആയിട്ടുള്ള ഒരു 10 tuple ആയിരിക്കും. മറ്റൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് എക്സിലെ ഓൾ 10 tuples വിത്ത് ഫസ്റ്റ് കമ്പോണൻറ്റ് എപ്പോഴും 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഫസ്റ്റ് കമ്പോണൻറ്റ് എപ്പോഴും 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെ ചൂസ് ആയി? ഫസ്റ്റ് കമ്പോണൻറ്റ് 0യും സെക്കൻഡ് കമ്പോണൻറ്റ് 1ഉം ബാക്കിയുള്ള കമ്പോണൻറ്റ്സ് എല്ലാം 0 ആയിട്ടുള്ളതായിരിക്കും എക്സിൻ്റെ ബേസിലെ ഒരു എലമെൻറ്റ് എന്ന് പറയും. ദെൻ ഫസ്റ്റും തേർഡും കമ്പോണൻറ്റ് 0 ആണെന്ന് പറയും അല്ലേ. പിന്നെ മറ്റൊരു എലമെൻറ്റ് ഏതായിരിക്കും? 0. അടുത്ത ബേസിസ് എങ്ങനെ ചൂസ് ചെയ്യാം? അടുത്ത ബേസിൽ അടുത്ത എലമെൻറ്റ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? തേർഡ് ഫസ്റ്റ് നമ്മളെടുത്തു, സെക്കൻഡ് എടുത്തു, തേർഡ് കമ്പോണൻറ്റും 0 ആണ്. അതുകൊണ്ട് തേർഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പിന്നെ നമ്മൾ ഏതെടുക്കാം? 0 0 0. ഫോർത്ത് കമ്പോണൻറ്റ് 1ഉം ബാക്കിയുള്ള എല്ലാം 0 ആയിട്ടുള്ള 10 tuple. അടുത്തായിട്ട് ഏതെടുക്കാം? ഫിഫ്ത്ത് കമ്പോണൻറ്റ് 1ഉം ബാക്കിയുള്ള എല്ലാം 0 ആയിട്ടുള്ള 10 tuple. ദെൻ എക്സെട്രാ ലാസ്റ്റ് 10th കമ്പോണൻറ്റ് 1ഉം ബാക്കിയെല്ലാം 0 ആയിട്ട് 10 tuple. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പോണൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. തേർഡ് കമ്പോണൻറ്റ് ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ കമ്പോണൻസിലും 1 ഒരു തവണയെങ്കിലും വരുന്ന രീതിയിൽ ഉള്ള 10 tuples കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വരും? 8 10 tuples വരും അത്തരത്തിൽ. സോ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായി? 8 എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് X ഈക്വൽ ടു 8 ആണ്. നെക്സ്റ്റ് വി കൺസിഡർ അനദർ സബ്സ്പേസ് Y ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 10 tuples ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് സെക്കൻഡ് കമ്പോണൻറ്റ് 0. സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രം 0 ആണ്. അപ്പോൾ സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രം 0 ആണെന്ന് പറഞ്ഞാൽ സബ്സ്പേസ് ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. Y എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇവിടെ ഡയമെൻഷൻ ഓഫ് Y എത്രയാണ് വരിക? സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രം 0 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ബേസിസ് എഴുതി നോക്കുമ്പോൾ എത്ര 10 tuples അതിൻ്റെ അകത്ത് വരും? 9 10 tuples വരും. സെക്കൻഡ് കമ്പോണൻറ്റ് മാത്രം ഒഴിവാക്കുക. ബാക്കി എല്ലാ കമ്പോണൻസിലും ഒരു തവണ 1 വരുന്ന രീതിയിൽ ബാക്കി എല്ലാ എൻട്രീസ് 0 ആയിട്ടുള്ള 10 tuples ആയിരിക്കും. എത്ര എണ്ണം വരും? അവിടെ 9 10 tuples ഉണ്ടായിരിക്കും ആ ബേസിസിൽ. സോ ഡയമെൻഷൻ ഓഫ് Y എന്ന് പറയുന്നത് 9 ആയിരിക്കും വരിക. ദെൻ X ഇൻ്റർസെക്ഷൻ Y എന്ന് പറയുമ്പോൾ ഏതാ വരിക?
എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റും തേർഡും കമ്പോണൻറ്റ് 0 ആയിട്ടുള്ളൂ, വൈ എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണൻറ്റ് 0 ആയിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് എ സെറ്റ് ഓഫ് ഓൾ 10 ട്യൂപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കമ്പോണൻറ്റ്. ഇത് മൂന്നും 0 ആയിട്ടുള്ള എല്ലാ 10 ട്യൂപ്പിൾസുമാണ്, ഫസ്റ്റും സെക്കൻഡും തേർഡും. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ബേസിസ് എഴുതി നോക്കി കഴിഞ്ഞാൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ അപ്പോൾ നമുക്ക് പിന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും കമ്പോണൻറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും ഒരു തവണയെങ്കിലും 1 വരുന്ന രീതിയിലുള്ള 10 ട്യൂപ്പിൾസ് ആയിരിക്കും അതിൻ്റെ ബേസിൽ വരിക. എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? 7 എണ്ണം വരും. സോ ഡൈമെൻഷൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? 7 ആയിരിക്കും. ഡൈമെൻഷൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ ഇതിന് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ വെരിഫൈ ചെയ്ത ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത് R10 യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.